കുരുക്ഷേത്രപ്പടയിൽ നിന്ന്, നീചരായ കുരുക്ഷേത്രപ്പടയിൽ നിന്ന് അർജുനനെ രക്ഷിച്ച് അവൻ്റെ മൂന്നാം ഊഴത്തിലേക്ക് വിട്ട ഭഗവാനെ, അതുപോലാണ് അങ്ങയ്ക്ക് മോദിയെ വീണ്ടും മൂന്നാം ഊഴത്തിലേക്ക് വിട്ടത്. ആ പൊന്ന് മഹിമയുടെ മുന്നിൽ എൻ്റെ എളിമ നിറഞ്ഞ വന്ദനം, നന്ദി നന്ദി നന്ദി. ആ കൂട്ടത്തിൽ ഒന്നിച്ചൊരു സിനിമയിൽ അഭിനയിക്കാനും ആ സിനിമയ്ക്ക് ഞാനൊരു പാട്ടെഴുതാനും അത് സുരേഷ് ഗോപിക്ക് പാടിയാലേ ഒക്കെ ഒന്ന് നിർബന്ധം പിടിക്കാനും അവസാനം അത് അഭിനയിപ്പിച്ച് കൊതു തീർത്തുമൊക്കെ ഞാൻ ഓർക്കുന്നു. പൈലറ്റ്സിലെ രാജീവ് അഞ്ചലിൻ്റെ എൻ്റെ ആ കാലം. എൻ്റെ സ്നേഹിതൻ സുരേഷ് ഗോപി ജയിച്ചതിൽ എൻ്റെ അത്രയും സന്തോഷിക്കുന്ന അച്ചായന്മാരെ കേരളത്തിൽ കാണുമെന്ന് തോന്നുന്നില്ല. സിനിമാ ഫീൽഡിലെ വിരളയിലുണ്ടാകുന്ന തുച്ഛം ജെന്റിൽമാന്മാരിൽ ഒരാളാണ് സുരേഷ് ഗോപി എന്ന് ഏത് നാറിയ നാവും പറയും. കാരണം ആ മോൻ നന്മയുള്ളവനാണ്, നന്മയുള്ള മനസ്സാണ്. ചടുലമായ അഭിനയചാതുര്യമൊക്കെ മറ്റ് പലരെക്കാട്ടിലും കുറവാണെങ്കിലും കാപട്യം കുറവാണ്. അതല്ലേ മനുഷ്യന് വേണ്ടി. സർവ്വലോകവും നേടിയാലും നിൻ്റെ ആത്മാവിന് നഷ്ടപ്പെട്ടാൽ വൈഷുഡായി എന്നുള്ള കണ്ടീഷനാവത്തില്ലേ? അത് സുരേഷ് ഗോപിക്ക് വരത്തില്ല. അവൻ്റെ ആത്മാവിനെ അവൻ നഷ്ടപ്പെടുത്തത്തില്ല. കെ പി യോഹന്നാൻ്റെ കൂട്ട് അവസാനം ജീവിതം ഊഞ്ഞാലാവത്തുമില്ല. വിഷയം അതല്ല. മാറ്റുവിൻ ചട്ടങ്ങളെ എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് മുദ്രാവാക്യമല്ല, അത് യേശുവിൻ്റെ പെരുമാറ്റച്ചട്ടമാണ്. മോശയുടെ ന്യായപ്രമാണം അന്നെഴുതി, സോ വാട്ട്, ഇന്ന് ഞാനത് മാറ്റുന്നു, പുതിയൊരു നിയമം ഞാൻ നിങ്ങൾക്ക് തരുന്നു. അവിടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റാണ് നടത്തുന്നത്. അതുപോലെ നെഹ്റു എന്ന് പറയുന്ന ഒരു മതഭ്രാന്തൻ ഇന്ത്യയെ പൂർണ്ണ വെറുപ്പോടുകൂടി ഛിന്ന ഭിന്നമാക്കി ഗാന്ധിജിയെയും വകവരുത്തി, പട്ടേലിനെയും വകവരുത്തി, സുഭാഷ് ചന്ദ്രബോസിനെയും വകവരുത്തി, എല്ലാ നന്മയുള്ള മനസ്സുകളെയും കൂടി ഇല്ലാതാക്കിയ ആ പൊന്ന് രാജാതിരാജൻ അയാളുടെ ഇഷ്ടത്തിന് ചെയ്ത ഒരിടപാടായി ഭരണകൂടവും ഭരണഘടനയും അതിൻ്റെ ഓരോ ഗീത നാക്കേ കൊണ്ടുവന്നേക്കല്ലേ, അമ്പലങ്ങളിൽ പോലും പാടില്ല എന്നൊക്കെ കൊണ്ടുവന്ന നിയമമുണ്ടല്ലോ. ഒറ്റത്തന്തയ്ക്ക് പറഞ്ഞ് ഒരു ഹിന്ദുവിനും ഒരിക്കലും സഹിക്കാനൊക്കാത്ത കാര്യമാണ്. അങ്ങനത്തെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് വേണോ ഭാരതത്തിൽ? അത് അമെൻഡ് ചെയ്തേ ഒക്കത്തുള്ളൂ. ക്രിസ്തു പഴയ നിയമം അമെൻഡ് ചെയ്ത് പുതിയ നിയമം കൊടുത്തതുപോലെ മോദിജി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യണം. അമെൻഡ് ചെയ്ത് ആഡ് ഓൺ പലതും ചെയ്ത് ഡിലീറ്റ് ചെയ്ത് പലതും കളഞ്ഞിട്ടും പുതിയ ആകാശം പുതിയ ഭൂമി എങ്കിലേ ഭാരതം സനാതന ധർമ്മഭൂമിയാവത്തുള്ളൂ. എങ്കിലേ ലോകത്തിൻ്റെ സമസ്ത സുഖത്തിന് വേണ്ടിയിട്ട് ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള ഭാരതീയ കാഴ്ചപ്പാട് എന്നെങ്കിലും സത്യമാവത്തുള്ളൂ. അതുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് നടത്താൻ വേണ്ടി മോദിജിക്ക് മൂന്നാം ഊഴമായിട്ട് വില്ലൻ അർജുനന് കൊടുത്തതുപോലെ എൻ്റെ ഭഗവാൻ കഷ്ടപ്പെട്ടുണ്ടാക്കി തന്നതാണ്. അല്ലേ ഒരു രാജ്യത്തെ സർവ്വ കൊള്ളക്കാരും കൂടെ ഒരു പക്ഷം കൊള്ള വേണ്ട, രാജ്യസ്നേഹം മതി, ഇതങ്ങ് നന്നായി പൊക്കോട്ടെ എന്ന വ്രതമുള്ള ഏതാനും നക്കികൾ വേറൊരു വശത്തും. എവിടെ ജയിക്കാൻ? എന്നിട്ടും ജയിച്ചല്ലോ. 5 ലക്ഷം പണ്ട് വോട്ടർമാരുണ്ടായിരുന്നെങ്കിലേ ഈ കൊള്ളക്കാരുടെ കള്ളത്തരം കേട്ടിട്ട് പെന്തക്കോസുകാരന് സ്വർഗത്തിൽ ചെന്നാൽ അവിടെ അതുണ്ടെന്നും, മറ്റേ മതക്കാരന് സ്വർഗത്തിൽ ചെന്നാൽ അതുണ്ടെന്നും, കത്തോലിക്കന് സ്വർഗത്തിൽ ചെന്നാൽ അതുണ്ടെന്നും ഒക്കെ പറഞ്ഞ് ഊഞ്ഞാലാക്കുന്ന പോലെ കള്ളം പറഞ്ഞ് ഊഞ്ഞാലാക്കി വോട്ട് മറിച്ചെന്നേ ഉള്ളൂ. പക്ഷേ ഇവിടെ ഒന്നും പറ്റിയിട്ടില്ല. ഇവിടെ എല്ലാം നന്മയ്ക്കാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യും, പലതും ആഡ് ഓൺ ചെയ്യും, പലതും ഡിലീറ്റ് ചെയ്ത് കളയും. എങ്കിലേ സംശുദ്ധമായ പുതിയ ആകാശം പുതിയ നിയമം, ഞാനോ പുതിയൊരു നിയമം നിങ്ങൾക്ക് തരുന്നു. നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തം മോശ തന്നത് ഞാൻ അബോർട്ട് ചെയ്യുന്നു. അന്ന് ക്രിസ്തു പറഞ്ഞതുപോലെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് അത്യാവശ്യമായിട്ടും ഭാരതത്തിൽ നടക്കണം. അന്നേരം മതത്തിൻ്റെയും ദൈവത്തിൻ്റെയും പേരിൽ ഇവിടെ കൊള്ളിവയ്പും നടത്തി സമ്പത്ത് സമ്പാദിച്ച് ആർക്കോ വേണ്ടി
തലമുറകളെ രജിസ്റ്റേർഡ് മക്കളില്ലേലും ഉണ്ടാക്കി വെച്ച സർവ്വമത നേതാക്കളെയും അവരെ പിടിച്ച് ജയിലിലടക്കണമെന്ന് ഞാൻ പറയുന്നില്ല. അവരുടെ എല്ലാ സമ്പത്ത് കണ്ടുകെട്ടി രാഷ്ട്ര നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കണം. അതുപോലെ മോദിജി, എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഇത് കേൾക്കുന്ന മക്കൾ രാഷ്ട്രീയക്കാർക്ക് എന്നോടൊന്നും തോന്നരുത്. സ്വന്തം തന്ത ഇവനെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്ന പോലൊരു തന്തയ്ക്കവറക്കാഴി ഞാൻ ചെയ്യാനില്ല എന്ന് കുമ്പസാരിച്ച കുറേ മോന്മാർ കേരളത്തിൽ മക്കൾ രാഷ്ട്രീയത്തിൽ കിടന്ന് കളിച്ച് മലയാളിയുടെ മുഖത്ത് തന്നെ അവൻ്റെ കക്കൂസ് തുറക്കുന്നു. മനസ്സിൻ്റെ കക്കൂസ് മലയാളിയുടെ മുഖത്ത് തന്നെ. മീഡിയ എപ്പം വന്ന് ക്യാമറ മോന്തയ്ക്ക് കാണിച്ചോ ഇത് മലയാളിയുടെ മോന്തയാണെന്നും പറഞ്ഞവൻ്റെ വായുടെ കക്കൂസ് തുറക്കുന്നു. മനസ്സിൻ്റെ മ്ലേച്ഛമായ ചിന്തകൾ ഇങ്ങോട്ടൊരു നാണവും മാനവും ഇല്ലാതെ ഇറക്കി വിടുന്നു. ഭരണം കൈ കിട്ടിയാലോ അതും ഇതിനെക്കാട്ടി വടിവും ചതുരവുമായിട്ട് അത് മുടിച്ചു കൈ തരും. ഓരോരുത്തരുടെ പേരെടുത്ത് പറയുന്നില്ല. 3 ദിവസത്തേക്ക് കയറിയാലും അവിടെ ഒരു മുടിയും അന്നക്കലാപ്പും എല്ലാം കിട്ടും, ഉണ്ടാക്കും അവനെ. കാരണം എന്താ അറിയാമോ, അവന് ഗുരുത്വമില്ല. മാതാപിതാ ഗുരുദൈവം എന്നല്ലേ. അപ്പനിട്ട് പണിതേച്ചല്ലേ ഈ കഥ കയറിയിരിക്കുന്നത്. അപ്പനിട്ട് പണിയാത്ത ഏതാ മോനാണ് ഇവിടെ ഉള്ളത്? ഞാൻ പേരെടുത്ത് പറയുന്നില്ല. അപ്പൻ്റെ മനസ്സ് നൊന്ന് ശാപം വാങ്ങിച്ചു വെച്ച കുറേ മോന്മാരെ ഇവിടെ രാഷ്ട്രീയത്തിൽ കിടക്കുന്നു. ഇവനെയെല്ലാം ചെവിക്ക് പിടിച്ച് കരിയാപ്പില എടുത്ത് കളയുന്ന പോലെ കേരള രാഷ്ട്രീയത്തിൽ നിന്ന്, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്ന് കളഞ്ഞ് ഇതിനെ സംശുദ്ധമാക്കുകയൂടെ ചെയ്യണം. അമെൻമെൻറ്റ് ചെയ്ത് ഭരണഘടന മാറ്റുന്നതോടൊപ്പം വൃത്തിയാക്കുന്നതോടൊപ്പം ഈ മക്കൾ രാഷ്ട്രീയക്കാരൻ മോന്മാരെ എവിടെയൊക്കെ ഉണ്ടോ തപ്പിപ്പിടിച്ച്, അത് തമിഴിലായാലും മലയാളത്തിലായാലും അങ്ങ് ഡൽഹിയിലായാലും അങ്ങേക്കില്ലല്ലോ, അതിനെ ഒന്ന് ഒഴിവാക്കി ഇവിടെ തന്നാൽ നെഹ്റു ഫാമിലിയുടെ ആ അസുഖം അത് ഇന്ത്യക്കിനിയും ഒരു ശാപമായി വരത്തില്ല. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. അനുമോദനങ്ങൾ ഭാരതീയരെ എന്ന് മാത്രമേ ഉള്ളൂ. കാരണം മോദി അവതരിച്ചടലകറ്റാൻ. അനുമോദനങ്ങൾ ഭാരതമേ, ഭാരതീയരെ. ഓരോ ഇന്ത്യക്കാരനും അഭിനന്ദിക്കാം. നീ വോട്ട് കൊടുത്തില്ലെങ്കിലും അഭിനന്ദിക്കാം. ഞാൻ കഴിഞ്ഞ വോട്ടിൻ്റെ പുറകെയുള്ള എൻ്റെ എപ്പിസോഡുകളിൽ ഞാൻ തീർത്തും പറഞ്ഞു, കേരളക്കാരൻ ഒരു വോട്ട് പോലും മോദിക്ക് കൊടുക്കണ്ട, അല്ലാതെ മോദി അവിടെ ഭരിച്ചോളും. നീ നിൻ്റെ വോട്ട് വെച്ചോ. നീ ഇവിടെ നന്നാക്കാൻ വരുന്ന മോന്മാരുണ്ടല്ലോ, അവർക്ക് കൊടുത്തു. കാരണം നിനക്കതേ വിധിച്ചിട്ടുള്ളൂ. നിന്നിൽ നിന്ന് നന്മ വിധിച്ചിട്ടില്ല. നസറയത്തിൽ നിന്ന് നന്മ ഉണ്ടാവത്തില്ലെന്ന് പറയുന്ന പോലെ കേരളത്തിൽ നിന്ന് നന്മ ഉണ്ടാവത്തില്ല. പക്ഷേ ഇവിടെ ചെറിയ ചായ്വ് കണ്ടേ ആ സുമനസ്സുകൾക്ക് ഞാൻ ഭാരതാമ്മയുടെ നാമത്തിൽ വോട്ട് രേഖപ്പെടുത്തിയ എല്ലാ സുമനസ്സുകൾക്കും നന്ദി പറയുന്നു. നിങ്ങളുടെ നന്മയുള്ള മനസ്സ് ഭാരതത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു ദിവസമെങ്കിലും ഒരു നന്മയെങ്കിലും ഒരു വോട്ടെങ്കിലും ചെയ്ത് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയല്ലോ, അതുതന്നെ പുണ്യമായി. എനിക്ക് വയ്യായെങ്കിലും എൻ്റെ ഭാര്യയ്ക്ക് വയ്യായെങ്കിലും ഞങ്ങൾ രണ്ടുപേരും പോയി വോട്ട് ചെയ്തു ഭാരതത്തിൻ്റെ നന്മയ്ക്കായിട്ട്. ഞാൻ വീണ്ടും ഒന്നുകൂടെ പറയുന്നു, എനിക്ക് 3 കാര്യമേ ഉള്ളൂ മോദിജിയോട് പറയാൻ. ഒന്ന്, ഭാരതത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് നടത്തണം. ഗീത SSLCക്ക് മുമ്പേ ഓരോ കുഞ്ഞും ജാതിമത ഭേദമെന്തിയ ഇന്ത്യയെ പെറ്റുവീഴുന്ന സർവ്വമോനും ഗീത പഠിച്ചിരിക്കണം. ഗീത പഠിക്കാത്തവൻ SSLC ബുക്ക് കിട്ടരുത്. ആ ഒരു കണ്ടീഷനിലൊന്ന് കൊണ്ടുവരണം. ഇസ്ലാമിൻ്റെ പുസ്തകം പഠിപ്പിക്കുന്നതിന് കോടാനുകോടി രൂപ നമ്മൾ ചിലവാക്കുന്നുണ്ട് രാജ്യത്തിൻ്റെ നികുതിയിൽ നിന്ന്. അവരെ ഹജ്ജിനും വിടുന്നുണ്ട്. ഞങ്ങളെ ശബരിമലയ്ക്ക് വിടുന്നതിൻ്റെ വണ്ടിക്കൂലി 4 ഇരട്ടി വാങ്ങിച്ചോ, ഞങ്ങൾക്ക് എതിരൊന്നുമില്ല. ഞങ്ങളുടെ കാശ, ഞങ്ങളുടെ രാജ്യത്തിൻ്റെ കാശ, രാജ്യത്തിന് വീണ്ടും ചിലവാക്കാം. ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരു സ്ഥലത്തും പോകണ്ട. ക്രിസ്ത്യാനിക്ക് ബേത്ലഹേമിൽ പോകണമെങ്കിലും അവൻ കാശ് മുടക്കി പൊക്കോളും. ഇസ്ലാമിന് കൊടുത്തു, ഞങ്ങൾക്ക് എതിരൊന്നുമില്ല. പക്ഷേ ഈ ആത്മീയ അന്ധതയൊന്ന് മാറട്ടെ. ഗീതയൊന്ന് പഠിപ്പീര്, അതെല്ലാവരെയും പഠിപ്പീര്, നിർബന്ധിതമായിട്ട് പഠിപ്പീര്. ഭാരതത്തിൻ്റെ മണ്ണിൽ ജനിച്ചു എന്നുള്ള ഏക ക്രെഡിബിലിറ്റിക്ക് വേണ്ടിയിട്ട് നിൻ്റെ അണ്ണാക്ക് ഗീത ഫിറ്റ് ചെയ്യുക. ആടിനെ അല്ല, ഓസ്ട്രേലിയയിൽ സ്വിറ്റ്സർലൻഡിലുമൊക്കെ പശുക്കൊക്കെ, സ്വിറ്റ്സർലൻഡിലാണ് മണി കിട്ടുന്നത്, എന്തെങ്കിലും ഒരു അടയാളം കൊടുത്തേക്കും. അതുപോലെ ഗീത ഇവൻ്റെ ഗോഡൗണിൽ 16 വയസ്സിന് മുമ്പേ ഫിറ്റ് ചെയ്ത് വിടുന്നത്. ഇവൻ ഇന്ത്യക്കാരനാ,
ഇവൻ സ്വയം അറിഞ്ഞവനാ, ഇവൻ ആത്മീയതയുണ്ട്. ആത്മീയത എന്ന് പറഞ്ഞാൽ എന്തുവാ? സ്വയം അറിയുക. സ്വയം അറിയുക എന്ന് പറയുന്ന അറിവ്. അതറിയാതെ എന്നാ പൊളുത്തിയാലും KP ഒന്നാൻ്റെ കൂട്ടിരിക്കത്തേ ഉള്ളൂ. നിൻ്റെ ആത്മാവിന് നഷ്ടപ്പെട്ടാൽ വൈഷുഡായി. സുരേഷ് ഗോപിക്ക് അഗതിയോട് വരത്തില്ലല്ലോ. അവന് നന്മ ചെയ്യാൻ നന്മ ചെയ്യാൻ അതാ ഞാൻ ഉണരുന്നത്. യാമങ്ങൾ നീളെ നിൻ നാമസങ്കീർത്തന മല കോർക്കാൻ എന്ന് പാടിയതുപോലെ നന്മ ചെയ്യാനും നിൻ്റെ സ്തുതികൾ പറയാനും സുരേഷ് ഗോപി വീണ്ടും ഭാരതത്തിൽ ഉണരട്ടെ, ഭാരതത്തിൽ നന്മ ചെയ്യട്ടെ, മോദിജിയെ സഹായിക്കട്ടെ. മോദിജിയെ അമെൻമെൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷനിൽ കൊണ്ടുവരണം. പക്ഷേ മക്കൾ രാഷ്ട്രീയ ബടുവാകളെ കംപ്ലീറ്റ് ഈ മേഖലയിൽ നിന്ന് ഒന്ന് കരിയാപ്പില എടുത്ത് കളയുന്ന പോലെ ഒന്ന് കളയൂടെ ചെയ്യണേ. പ്രാർത്ഥനയോടെ നിർത്തുന്നു. കൺഗ്രാജുലേഷൻസ് ഫോർ ഓൾ ഇന്ത്യൻസ് ഹു ലിസൺ ടു മൈ ടോക്സ്. താങ്ക് യു വെരി മച്ച്.